മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നന്നാനാ മുത്തുപോലെ മുളം തത്ത പോലെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഞാൻ രാവിലെ എണീച്ച് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല വിത്തിൻ ഒരു 2-3 hours ഇവിടുത്തെ ഒരു ലുക്കേ മാറാൻ പോവുകയാണെന്ന്. അതായത് ഞാൻ വളരെ നോർമലായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതായിരുന്നു. ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. സോ അതിനായിട്ട് ഞാൻ എൻ്റെ വീഡിയോ രാവിലെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഞാൻ നേരെ ഓഫ്ലൈനിൽ പോയി കുറച്ച് ഷോപ്പിങ്ങിനായിട്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തിയതിന് ശേഷം നടന്ന സംഭവം അത് നിങ്ങൾ വീഡിയോയിൽ കാണണം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഇവിടെ ഒഫീഷ്യലി ഇന്ന് November 21 ആണ്. ഇത് കണ്ടോ മഞ്ഞ്? അങ്ങനെ ഇതാ മഞ്ഞ് വീണ് തുടങ്ങി. അപ്പോൾ ഇനി എൻ്റെ അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഈ മഞ്ഞുണ്ടായിരിക്കും വെറുപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി എനിക്ക് സ്നോഫോൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ മഞ്ഞ് വീഴുന്നത്? ആക്ച്വലി ഇവിടെ അയ്യോ അടിപൊളി അടിപൊളി. ചേട്ടാ കഴിയുമ്പോൾ മിക്കവാറും മഞ്ഞുകൊണ്ട് ഇവിടെ മൂടും. ഈ ഒരു മഞ്ഞിൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് പിടിക്കണമെന്നുണ്ട്, പക്ഷെ കയ്യിലൊന്നും വരുന്നില്ല. ഇതിലോ സ്നോഫോൾ. ഇങ്ങ വാ. അയ്യോ ഡോറോടെ നടക്കുന്നതാരും മഞ്ഞകത്ത് വിട്ട് തരുന്നു. ഇത് കണ്ടോ മഞ്ഞ് വീഴുന്നുണ്ടോ? പണ്ട് ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം പോളണ്ടിൽ വന്നപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കുഞ്ഞിലത്തെ ഒരു വീഡിയോ ഉണ്ട്, ഇങ്ങനെ മഞ്ഞ് നോക്കി വിൻഡോ കൂടെ നിൽക്കുന്നത്. നേരത്തെ ഞാൻ ക്യാപ്ചർ ചെയ്ത വീഡിയോയിൽ ആക്ച്വലി കുറച്ചും കൂടെ ശക്തിക്കാണ് പെയ്തുകൊണ്ടിരുന്ന മഞ്ഞ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുൾ മഞ്ഞുകൊണ്ട് മൂടും. അല്ലേ ഇതിലോ എക്സൈറ്റഡ്? നോ പുറത്തങ്ങ് വീഴും. ഹായ് സ്നോ. ഹായ് ഗൈസ് പറഞ്ഞേ ഹായ്. ബൈ ബൈ. ഇതൊരു മഞ്ഞാണ്. എനിക്ക് തണുക്കുന്നുണ്ട്, ഇതിൽ കൂടെ തന്നെ തണുക്കുന്നില്ല. ആക്ച്വലി ഈ വിറ്റ്നസ് ദ ഫസ്റ്റ് സ്നോഫോൾ അല്ലേ ഇതിൽ? ഇതിൽ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എടാ ചെക്ക തണുക്കൂടാ. ഹലോ പറഞ്ഞേ ഹായ് ഗൈസ്. എൻ്റെ കോലം കണ്ട് നിങ്ങളാരും പേടിക്കണം. ഞാൻ തണുത്തിട്ട് മുട്ടിയൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. നിനക്ക് തണുക്കുന്നില്ലേ? ഇത്ര നോർമലാണ് കണ്ടത്. രണ്ടുപേര് നടന്നു പോകുന്നത്. ആക്ച്വലി ഈ സ്നോയിൽ നടക്കാൻ വലിയ പ്രശ്നമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ മൂടുമ്പോഴാണ് നമ്മൾ പെട്ടുപോകാൻ പോകുന്നത്. പക്ഷെ നമുക്കിനി അകത്ത് കയറാം. ഇനി നടന്ന് കുറച്ച് നേരം കൂടെ ഇങ്ങനെ നിന്നാലേ വീണ്ടും വയ്യാതെ ആവും. മതി. ഓക്കെ ബൈ ഗൈസ്, കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് കാണാം. ബൈ ബൈ. മഞ്ഞ് അകത്ത് വീഴുന്ന പോലെ നമുക്ക് വിൻഡോ അടയ്ക്കാം. കണ്ടതാ വീഴുന്നത് അപ്പപ്പം തന്നെ അങ്ങ് ഉരുകി പോവുക. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല ആക്ച്വലി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പുറത്തെ കാഴ്ച കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ മഴ നിന്നെ കണ്ടു എല്ലാവരും. മഴ പെയ്യുന്ന പോലെ മഞ്ഞിങ്ങനെ നേരത്തെ ഭയങ്കര ശക്തിക്കായിരുന്നു. ഇപ്പം സമ്മതിക്കില്ല പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആക്ച്വലി മഞ്ഞും മഴ ഒരുമിച്ച് പെയ്യുന്നു എന്നൊരു സംശയം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് സ്നോ ഡേയ്സ് ആണെന്നാണ് എന്നിട്ട് മനസ്സിലായത്. പക്ഷെ രാവിലെ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ നമുക്ക് 2-3 ദിവസമായിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് ഇവിടെ സ്നോ അലേർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് അങ്ങനെ സ്നോ ഒന്നും വീണില്ല. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, നേരത്തെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു സ്നോഫോളിന് വേണ്ടി. ആൻഡ് ഇന്നലെ രാവിലെയൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ സ്നോഫോൾ ഉണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്ന് വെച്ചാൽ ഒന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി മിക്കവാറും ഇനിയും താമസിക്കും നമ്മുടെ സ്നോഫോൾ തുടങ്ങാനാണ്. പക്ഷേ സർപ്രൈസിംഗ്ലി സ്നോഫോൾ തുടങ്ങി. ഇവിടെയുള്ള ആൾക്കാർക്ക് സ്നോഫോൾ അല്ല എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല. അവരവരുടെ പപ്പീസിനെയൊക്കെ കൊണ്ട് പുറത്തിറങ്ങി വാക്കിനും. ഇതോ അവിടെ വേറൊരു പപ്പി അവിടെ ഉണ്ട്. സോ യെസ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്.
ഈ ചുമ്മാ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോമിലോട്ട് ആയപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വീഡിയോ അങ്ങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി എനിക്ക് താഴെ സ്നോയിൽ പോകണമെന്നുണ്ട്, പോയി ഒരു വീഡിയോ ഒക്കെ പിടിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്നുമോൻ എന്നെ അതിനെ സമ്മതിക്കൂല. ഇതുണ്ടോ, ഇതാണ് പുറത്തൊരു കാഴ്ച. അയ്യോ, വിന്റർ ഈസ് ഹിയർ ഗൈസ്. ഇതുണ്ടോ ഗൈസ്, ഇതോ മഞ്ഞ് ശക്തിക്കായി തുടങ്ങിയതാ. നമ്മുടെ ഈ ഒരു ഇതിലൊക്കെ മഞ്ഞതാ വീണ് തുടങ്ങി. താഴെ പുല്ലിലൊക്കെ മഞ്ഞായി. ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലുള്ളവർ എനിക്ക് പ്രാന്താണെന്ന് വിചാരിക്കുന്നതായിരിക്കും. വണ്ടികളുടെ മുകളിൽ മഞ്ഞായി. ഇതോ അമ്പോ, ഇതിൽ പിടിക്കാൻ പറ്റൂല മോനെ. അവൻ എക്സൈറ്റഡ് ആയിട്ടാ മഞ്ഞ് പിടിക്കാൻ പോകും. ആക്ച്വലി മഞ്ഞിന്റെ ശക്തി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇതുണ്ട് താഴെ തോ മഞ്ഞ് വീണിട്ടോ അവിടെ താഴെ കുറെ കാക്കയൊക്കെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ടോ അത്. നമുക്ക് ജാക്കറ്റ് കെട്ടി താഴെ പോയതിരു എന്ത് രസമാണല്ലേ, ഒരു ഡ്രീമി ഫീൽ ആക്ച്വലി. അയ്യോ, അപ്പോൾ ഈ വീക്കെൻഡ് നമ്മൾ മഞ്ഞ് കൊണ്ടങ്ങ് പോകുമല്ലോ. അറിയാമേ നമ്മുടെ ഈ വീക്കെൻഡ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന്. കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വന്നൊന്ന് വിൻഡോ തുറന്ന് നോക്കിയതാണ്. നല്ല ശക്തിക്ക് മഞ്ഞ് പെയ്യുന്നുണ്ട്. മിക്കവാറും ഇന്ന് രാത്രിയോടെ ഇവിടെ ഫുൾ മഞ്ഞുകൊണ്ട് കവറാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. വിന്റർ ഈസ് ഹിയർ ഗൈസ്. നല്ല രസമുണ്ട് ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഈ ഒരു ഇതിൽ വയ്യാതെ ആയാലും നല്ല രസമായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആൻഡ് ഇക്കൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സീസണാണ് സ്നോ. ഞങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങളും ഭയങ്കര ഓപ്പോസിറ്റാണ്. ആൻഡ് ഐ എം ജസ്റ്റ് ലവിങ് ദിസ്. ഞാൻ ലൈഫിൽ സത്യം പറയട്ടെ, ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത്, ഡൽഹിയിൽ നിന്നൊക്കെ ഈ മനാലി ഭയങ്കര അടുപ്പാണല്ലോ. അപ്പോൾ ഇക്ക എപ്പോഴും പറയും, നീ ഡൽഹിയിലൊക്കെ പഠിച്ചിട്ട് നീ എന്താ മനാലിയിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ എന്നൊക്കെ ആളും ഇങ്ങനെ ചോദിക്കും എൻ്റെ അടുത്ത്. ലൈഫിൽ ആദ്യമായിട്ട് സ്നോ കാണുന്നത് ഇവിടെ ഫോളിൽ വന്നിട്ടാണ്. സോ കഴിഞ്ഞ ലാസ്റ്റ് 2 years ആയിട്ട് എനിക്ക് ഈ സ്നോഫോൾ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു സീസണാണ് സ്നോഫോൾ. എന്താ കുറച്ച് കഴിയുമ്പോൾ ഇതാ തോതങ്ങ് കുറഞ്ഞു. നിങ്ങളെന്നെ കൂടി പേടിച്ചു. നമ്മൾ ഇനി ഇരുന്ന് എൻജോയ് ചെയ്ത് നമ്മൾ വയ്യാതെയോ. നമുക്ക് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് കുറച്ച് ഫുഡ് അടിക്കാം. നല്ല ചൂട് ചപ്പാത്തിയും നല്ല കടലക്കറിയും അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഫ്രൈ. എങ്ങനെ ഉണ്ടായിരിക്കും? സൂപ്പർ ആയിരിക്കും അല്ലേ? നമുക്ക് അത് കഴിക്കാം. പൈസ കൂടെയല്ലോ മഞ്ഞു. ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നു. ഇത് ഞാൻ വ്ലോഗിൽ എന്റെ കെട്ടിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സീസണാണ് മഞ്ഞ്. ഞങ്ങൾ കുറെ നേരമായിട്ട് ഇത് മോണിറ്റർ ചെയ്തോണ്ടിരിക്കണം. നല്ല രസമുണ്ടല്ലേ? ഞങ്ങൾ താഴെ പോട്ടേക്കാം. അങ്ങ് നോക്ക്, ദൂരെ വെയില് പോലെ നമുക്ക് സ്കൈല് ഫീൽ ചെയ്യുന്നു. ഞാനിവിടെ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ വിൻഡോ അടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അവനവന്റെ ട്രൈ സൈക്കിളിൽ കയറി നിന്ന് ഇവിടെ സ്നോ ആസ്വദിക്കുക. എടാ ചട്ടമ്പി, വിൻഡോയിൽ കുറച്ച് ഇതുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റില്ല. മഞ്ഞ് വീണു, അതോ താഴേക്ക് മൂടി നമ്മുടെ ഇവിടേക്ക് കവർ. എന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം കേട്ടോ. അതാ വിൻഡോ വന്നപ്പോൾ സ്നോ പിടിക്കാൻ പോവുക. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഗ്ലവ്സ് ഒക്കെ ഇട്ടിട്ട് താഴെ പോകാമേ, കുറച്ചുകൂടെ സ്നോ അവിടെ കളക്ട് ആവട്ടെ. ഇല്ല, ഡ്യൂട്ടിയുടെ ഇടയിൽ ലഞ്ച് ബ്രേക്കിൽ വന്നിട്ട് ഇക്ക മഞ്ഞ് വീഴുന്നതിൻ്റെ തോത് കണ്ട് അന്തം വിട്ടിക്കാണ്. എന്താ ഇക്ക ജസ്റ്റ് ഹേറ്റ് സ്നോഫോൾ. പക്ഷെ അത് രസമുണ്ടല്ലേ കണ്ടോണ്ടിരിക്കാൻ. ഇപ്പം ലഞ്ച് എടുക്കാം. കുറച്ച് നേരത്തെ നല്ല ശക്തിക്ക് മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം മഞ്ഞൊക്കെ പെയ്ത് തീർന്ന് നേരത്തെ വെയിലായിരുന്നു. ഇപ്പം ഇതാ വീണ്ടും ഡബിൾ ശക്തിക്ക് മഞ്ഞ്. നമുക്ക് ഈ മഞ്ഞത്ത് നല്ല ചപ്പാത്തിയും കടലക്കറിയും ചിക്കനും കൂടെ കഴിക്കാം.
നമ്മളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാനും ഇത്രക്കുട്ടനും കൂടെ ഒന്ന് പുറത്ത് പോകുമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കുന്ന ലിഫ്റ്റ് ആരെങ്കിലും ഇനി ഓപ്പൺ ആകാൻ പോകുന്നു. നമ്മൾ താഴെ എത്തി. താഴെ പോയിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ. ആക്ച്വലി മഴ പെയ്ത് മഴയെന്ന് മഞ്ഞ് പെയ്ത് കുറച്ച് കഴിഞ്ഞ് വെയിൽ വന്നു, അടുത്ത മഞ്ഞ് വന്നു. ഞാനിപ്പോൾ മഞ്ഞൊക്കെ ഉരുകി നമ്മൾ ചുമ്മാ ഒരു വാക്കിനായിട്ട് ഇറങ്ങിയതാണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്നോഫോൾ, ഒഫീഷ്യൽ സ്നോഫോൾ. ഇതെന്താണെന്നറിയോ? ഇതാ സ്നോ. ഇതൊരു ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തൊടാൻ പറ്റില്ല. ഇതിനൊരു ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കിവിടെ നടക്കാൻ പറ്റാതെ അത്രയ്ക്ക് മഞ്ഞാണ് ഇവിടെ. നമുക്ക് താഴെ ഇറങ്ങാം. അവന് ഇറങ്ങണം ഇനി. അവൻ പുറത്തിറങ്ങിയ മോനെ പാൻറ് തന്നെയാടാ, വാട്ടർ പ്രൂഫ് പാൻസ് അല്ലത്, സ്നോ അതില്. വേണ്ട വേണ്ട, അയ്യയ്യ വീഴും. അയ്യേ. ആ പാൻറ് ഫുള്ളും പോയി. ഇതെന്താ ചെയ്യുന്നേ? സ്നോ ഷൂസ് അല്ലേ ഇതിരു, തെന്നും അത്. ഫുൾ സ്നോ ആകത്ത് നിനക്ക് രക്ഷ, അല്ലെങ്കിൽ ഇത്രയും ഓടി കളിക്കാൻ പറ്റില്ല നോർമൽ ഷൂസ് ഇട്ടിട്ട്. ഇങ്ങ വാ ദ്രോ. അയ്യ സ്നോ ആണ് ഇരിക്കില്ലേ അതില്, പാന തന്നെയും. ഇത് നോക്കി ഇതാ തണുക്കുന്നേ. ഹലോ പറഞ്ഞേ, ഹായ്. പോവാ നമുക്ക്. മണി 3:30 ആയതേ ഉള്ളൂ, അതിനു മുന്നേ ഉള്ള ഇരുട്ടാണിത്. പോവല്ലേ മോനെ, അവിടെ പോകണ്ട. നിനക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നോക്കി നല്ല മഞ്ഞ് വീഴുമ്പോ ഉമ്മച്ചി പാർക്കിൽ കൊണ്ടുവരാമേ. ഇതിരു കമോൺ പാടിക്കോ. ഡാഡി ഫിംഗർ. സിസ്റ്റർ ഫിംഗർ. നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആവൂലേ ഇത്. പോവാ നമുക്ക്, ഇരുട്ടുന്ന് പോയാലോ. ശരിക്കും മഞ്ഞൊക്കെ കാണുമ്പോൾ നമുക്ക് തട്ടി തെറിപ്പിക്കാൻ തോന്നും, പക്ഷെ തെറിപ്പിക്കാനാണ്. അതിൻ്റെ ഷൂസ് നനഞ്ഞു. ഇത് സാധാ ഷൂസാണ്, നിന്നെയും നോർമൽ ഷൂസാണ്. വീഴും. Let's go. Come on, let's go. പൂപ്പയൊന്നും ചെയ്യൂല മോനെ. Come, let's go. എതിർകൊട്ടെ പട്ടീനെ നല്ല പേടിയാണ്. പോവാ എതിരു. ബൈ, see you, ടാറ്റാ. ചെക്കൻ്റെ ഓട്ടം. പൂപ്പി വരും ഇതിരു. ഈ ഒരു പാർക്കിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് താറാവിനെ കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതോ പോകുന്ന 2 എണ്ണം. ഇവർക്കൊന്നും തണുക്കൂല ഈശ്വര. സൂപ്പർ. ഇതോ ഇവിടെ നോക്കി, ഇത് അടിപൊളി സ്പോട്ടാണല്ലോ. കാണാം നിങ്ങൾക്ക്, നിറയുണ്ട്. വാ അടിപൊളി.
ഇതൊരു ക്വാക്ക് ക്വാക്ക്. ഇതൊരു ആക്ച്വലി തണുത്തിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കിടിലൻ സ്പോട്ടാണല്ലോ. പക്ഷേ അങ്ങ് താഴെ പോയാൽ ഞാനങ്ങ് പോവും. ഇത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് പോലെ ആയിപ്പോയല്ലേ. അടിപൊളി. മൂക്കൊലിച്ചിട്ട് എൻ്റെ ബ്രീതിങ് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. നിറയെ ഉണ്ട് കേട്ടോ. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു 3 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് താറാവാണ്. കഴിഞ്ഞ 2 എണ്ണമല്ലേ, ഇത്തോടെ 3 ഉണ്ട്. ഓ കാണുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങളെ താറാവിനെ കടിച്ച് വെറുപ്പിക്കുന്നില്ല. നമുക്ക് ഇരുട്ടി തുടങ്ങി, നമുക്ക് വീട്ടിലോട്ട് പോകാം. അല്ലെങ്കിൽ വേറെ എനിക്ക് പരിപാടിയൊന്നുമില്ല ആക്ച്വലി. ചുമ്മാ നിങ്ങൾക്ക് ഈ സ്നോ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത് പുറത്തോട്ട്. നമ്മുടെ സ്ട്രോളർ ഈ മഞ്ഞിന് പുറത്തോട്ട് പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഒരു വ്ളോഗ്. ഇന്നത്തെ ഭയങ്കര കുട്ടിയൊരു വ്ളോഗാണ്. ജസ്റ്റ് ആ സ്നോഫോൾ സ്റ്റാർട്ട് ആയപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.